ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ലൈവിന് ആരൊക്കെ ജോയിൻ ചെയ്തായിരുന്നു? കുറേ പുതിയവരൊക്കെ. കാരണം എനിക്ക് ഈ വീഡിയോയ്ക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരെ കണ്ടാൽ, സ്ഥിരം അല്ലെങ്കിലും കമൻ്റ് ഇടുന്നവരുടെ ഐ ഡി കണ്ടാൽ മനസ്സിലാവുമല്ലേ. അപ്പോൾ അങ്ങനെ അല്ലാത്ത കുറേ പേരുണ്ടായിരുന്നു. 4-5 എൻ്റെ മുംബൈക്കാരുണ്ടായിരുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെന്താ, അതിലൊരു കമൻറ്റ് ചോദിച്ചായിരുന്നു, ഇവിടുത്തെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ മുടിയല്ല, എൻ്റെ മുടിയുണ്ടോ കോഴിവാലെന്ന് പണ്ടുള്ളവർ പറയും, കോഴിവാല് പോലെ കിടക്കുന്നതെന്ന്. എനിക്ക് നല്ല മുടിയുണ്ടായിരുന്നു. നാട്ടിലൊക്കെ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ ഒരു ദിവസം പോലും നമ്മൾ തല കഴുകാതിരിക്കത്തില്ല. നല്ല ആ വെള്ളത്തിൽ തല കഴുകും. ഇവിടെ വന്നേ പിന്നെ ഈ ക്ലോറിൻ വെള്ളമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എന്നും തല കഴുകുമായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എന്നും തല കഴുകുമായിരുന്നു. പക്ഷെ അങ്ങനെ കഴുകി തല മുടിയൊക്കെ ഇതായി. ഇപ്പം ആഴ്ച 2-3 ദിവസമേ തല കഴുകാറുള്ളൂ. എന്നിട്ട് മുടി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒന്ന് ചെയ്യുന്നുണ്ടേ ഇങ്ങനെ മുടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരിടയ്ക്ക് ഇത്തിരി കുറഞ്ഞായിരുന്നു, പിന്നെ തൈറോയ്ഡ് ഉള്ളതുകൊണ്ടായിരിക്കുക. എന്നിട്ട് ഞാനാണെങ്കിൽ ബെൻസി എന്നോട് ഇങ്ങനെ പറഞ്ഞ്, എടി കുറേ ഓരോരുത്തർ ഈ എണ്ണകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലേ, അങ്ങനെ ഞാൻ 1-2 പേരുടെ എണ്ണ തേച്ച് ഞാൻ ആദ്യം അത് തേക്കുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി വ്യത്യാസമുണ്ട്. പിന്നെ വീണ്ടും ഇത് തന്നെ, ഇനിയിപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ഒന്ന് എണ്ണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുക. അല്ലെങ്കിലും വീട്ടിൽ ഇവിടെ ഇപ്പം കുറച്ച് നാളോട് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുവാടാ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അവൻ ഉച്ചക്കത്തെ ലൈവ് കണ്ടവർക്കറിയാം, അവരെ പിടിച്ച് എത്ര ബുദ്ധിമുട്ടി അവരെ പിടിച്ച് ഉച്ചയ്ക്ക് കിടത്തിച്ചേന്ന്. ഉച്ചക്കല്ല, അന്നേരം ഒരു 3 മണി ആകാറായി പിടിച്ച് കിടത്തിച്ചേന്ന്. കിടക്കത്തില്ല അവന് കിടക്കണ്ട. അവൻ പറയും ഞാൻ വെളിയിൽ പോയി ഇരുന്നോളാം. ഞാൻ അന്നേരം അവന് പഠിക്കും. എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? പിന്നെ ഒരു വിധത്തിൽ എണ്ണീച്ച് ഇപ്പം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ്, പരീക്ഷ ആകുമ്പോൾ ഇങ്ങനെ പഠിക്കാതെ ഇന്ന് മറാഠി കുറച്ചുണ്ടായിരുന്നു. ആ മറാഠി നമ്മൾ ചോദിക്കുന്നതന്നെ പറയും, പക്ഷെ എഴുതുമ്പം കുറച്ചേ കാണത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇത്രയും നാളായിട്ട് എന്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യത്തില്ല. ഇപ്രാവശ്യം അവൻ തന്നെത്താൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇടയ്ക്ക് ചെന്ന് ടീച്ചർ പറഞ്ഞ് ഞാനതിൽ വരുന്നില്ലെന്ന് എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു എന്തിനാ ഈ പിള്ളേരുടെ അവർക്കൊരു കോൺഫിഡൻസ് വരണമല്ലേ. പണ്ടുള്ളവർ പറയുമല്ലേ സ്റ്റേജ് സഭാകമ്പം മാറണമെന്ന്. അപ്പോൾ ഇവനോട് അത് പറഞ്ഞാൽ അവൻ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തിനാ നീ ചെന്ന് പറഞ്ഞ ടീച്ചറടുത്ത്. പിന്നെ വീണ്ടും ആയി. അങ്ങനെ നാളെ കോസ്റ്റ്യൂമിനൊക്കെ പൈസ കൊണ്ടുപോകണം. എന്നിട്ട് ഇപ്പം പറയുന്നു എനിക്ക് ഭയങ്കര ഡറിലൊക്കെ. എന്തുവാ നിൻ്റെ ഈ അവനിച്ചിരി ഒരു പാർട്ടേ ഉള്ളു ചെയ്യാൻ. അവന് ഈ തോക്ക് വെച്ചിട്ട് പുഷ് അതവന് ഭയങ്കര ഇഷ്ടമാണ്. ലൗഡിൽ ഫയർ എന്നൊക്കെ പറയണം. അതവൻ നന്നായിട്ട് ചെയ്തോളും. അവൻ കാർട്ടൂൺ കാണുമ്പോൾ അവൻ്റെ ഈ വീട്ടിലാണെങ്കിലും എപ്പോഴും അവൻ്റെ കയ്യിൽ എന്തോ കിട്ടിയാലും അവൻ ഇങ്ങനെ പിഷ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നാളെ മിക്കവാറും ഞാൻ ലൈവ് വരുന്നത് 1 മണി ആയിട്ടാണ്. അപ്പോൾ അന്നേരം ഒരു ജോലിയൊക്കെ എല്ലാവരുടെയും ഒതുങ്ങി എല്ലാവരും കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒരു ചെറിയ ടൈം പാസ് ചെയ്യുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ കഴിവതും താല്പര്യമുള്ളവരൊക്കെ വാട്ടോ, നമുക്ക് ഇരുന്ന് കുറേ കാര്യം പറയാം. ഓക്കെ, ഇത് സാറ്റർഡേയിലെ വീഡിയോയാ. അപ്പോൾ സാറ്റർഡേ ഇവിടെ മാഗിയാണല്ലേ. അങ്ങനെ ഞങ്ങൾക്കുള്ളത് ഇച്ചിരി പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് മാഗി ഉണ്ടാക്കി ഞാൻ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുപയർ, ഞാൻ ആ ചെറുപയർ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ടായിരുന്നേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതും വരെ. അതിന് ശേഷം ഒന്ന് കഴുകി അതൊന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ടെ. ഇന്ന് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ച്. ചെറുപയർ തോരനും ഉണക്കമീനും ചമ്മന്തിയും എനിക്ക് അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചോറ് വെച്ച് വറക്കാൻ വെച്ചിട്ടുണ്ട്, മീനെടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്, പയർ വേവിച്ച് വെച്ചു, കഞ്ഞിക്ക് വെള്ളം വെച്ചു, പാത്രങ്ങൾ ഇനി കുറച്ച് കഴുകാനുണ്ട്.
പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നല്ലേ, അതൊന്ന് അനന്ന് വന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടായണേ അരി കഴുകി അടപ്പത്തിട്ടുണ്ടുണ്ട്. ഇപ്പം കിട്ടിയ അരി ഭയങ്കര വേവുള്ള അരിയാന്ന് വെച്ചാൽ ഭയങ്കര വേവുള്ള അരിയാണ്. ചോറ് വെച്ച് വാർത്തിട്ടു. ഇനി കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം മോര് കാച്ചാനായിട്ട് തൈരൊന്ന് ഉടച്ചെടുക്കട്ടെ. ഞാൻ മിക്സിയിൽ ഇങ്ങനെയാണ് തൈര് ഉടച്ചെടുക്കുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കാം. പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ നാട്ടിൽ മത്ത് വെച്ച് ഇങ്ങനെ കടഞ്ഞ് മോരുണ്ടാക്കുന്നത്. മീൻ അന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് അര കിലോ ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഒരു പാർട്ട് അന്ന് എടുത്തായിരുന്നു. ഇതിപ്പോൾ 1/2 കിലോ ഉണ്ട്. അതൊന്ന് ഇനി ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ ലൈവിൽ വരുന്ന മായയാന്നേലും മീൻ കഴിക്കത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ മീൻ കറി വെക്കുന്നതൊക്കെ മായ കാണും. അതുപോലെ വേറൊരു സബ്സ്ക്രൈബറും പറഞ്ഞ് ഞാൻ നോൺ വെജ് കഴിക്കാറില്ല, പക്ഷേ മീൻ വെട്ടുന്നതും മീൻ കറി വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ലൈവിലും കാണിച്ചായിരുന്നു ഈ മീനൊക്കെ എടുക്കുന്നത്. അത് എനിക്ക് തന്നെ പറ്റത്തില്ല, പോളുമോനോട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതും കാണിക്കുന്നുണ്ട് ഒന്ന് കാണാനായിട്ടേ. അപ്പം ഞാൻ ഈ മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അത്ര വലിയ ഫ്രഷായിട്ടൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. ഈ കിട്ടാതിരിക്കുന്ന സമയത്തെ ഇത് ഒന്ന് കറി വെച്ചാൽ കുഴപ്പമില്ല. അതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം ഞാനിവിടെ ലൈവിലും സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ ഈ എക്സോസും ഇടാതെ ഫാനും ഇടാതെ ഇങ്ങനെ വിയർത്ത് നിന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കമൻറ്റ് വന്നു, ചേച്ചി ആ എക്സോസേലും ഇട്, ഒത്തിരി സഫോക്കേഷനല്ലേ ഇങ്ങനെ നിന്നാലെന്ന്. അപ്പം ഞാൻ ഈ എക്സോസ് ഇട്ടാൽ ഈ ലൈവ് പറയുമ്പോൾ അവർക്ക് സൗണ്ട് എങ്ങനെയാണ് കേൾക്കുന്നതെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ എക്സോസ് ഇടാൻ. പിന്നെ ഗതികെട്ട് ഞാൻ ആ ഫാനിട്ടാൽ നമുക്ക് അന്നേരം അങ്ങോട്ട് സൗണ്ട് അറിയത്തില്ലെങ്കിലും ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടേ ഫാനിൻ്റെ ഒരു വല്ലാത്ത സൗണ്ടാണ്. അപ്പോൾ എല്ലാവരും അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുമായിരുന്നു. അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെയുള്ള. അപ്പം മീനൊക്കെ വെട്ടി ഇനി കറിയൊക്കെ വെക്കട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെ ഫ്രീസറിൽ വെച്ചിരുന്ന ഇഞ്ചി പീസ് ഇട്ട് അതിൻ്റെ അകത്ത് അതാ ഈ പടപടാ പൊട്ടിത്തെറിക്കുന്നത്. ഇച്ചിരി വെള്ളമയം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എനിക്ക് വരുന്ന ഓരോ ലൈവും വ്ളോഗും കൂടെ എടുക്കുമ്പോഴുള്ള അമളികൾ ഇതിൻ്റെ അകത്ത് ഞാൻ കേൾപ്പിക്കുന്നുണ്ടേ. നിങ്ങളത് ശ്രദ്ധിച്ചോണേ. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചാൽ പിന്നെ അത് ഓഫാക്കാൻ മറന്നു പോവും. അപ്പോൾ അതിൻ്റെ അകത്തെ സംസാരങ്ങൾ, അപ്പോൾ അതിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു മീൻകറി വെക്കുന്നത് കാണാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ലൈവിലും കാണിക്കുന്നുണ്ടേ. നിങ്ങൾക്കതാ ഞാൻ ഈ പറയുന്ന ബെടും സംസാരമൊക്കെ അങ്ങ് ബോറായി തോന്നുമെങ്കിൽ എനിക്കറിയാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യുമെന്ന്. ഓക്കെ. പിന്നെ കറിവേപ്പില ഇപ്പം കഴുകിയ കറിവേപ്പില ഇട്ടെ. അതുകൊണ്ട് ആകെ അവിടെ തരിപടി ചട്ടിക്കകത്ത് കിടന്ന് ബഹളമാണ്. കറിവേപ്പിലയും ഇഞ്ചി എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുകയാണ്. മീൻകറി ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലൈവിൽ കാണിക്കാം. വിജി നമ്മുടെ ചക്കരെ കണ്ടിൽ. പ്രൈസൻ കുട്ടൻ കഴിച്ചു കഴിഞ്ഞോടാ? താടാ നിന്നെ ആന്റി തിരക്കുന്നു. പ്രൈസൻ മോനെ എന്തിയേ? കഴിച്ചു കഴിഞ്ഞോ? വിജയനില് ആന്റി ചോദിക്കുന്നത് ഒരു ഹായ് താ ചക്കരെ. ചപ്പാത്തി കഴിക്കുമായിരുന്നെന്ന് പറ. ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. അയ്യോ എൻ്റെ ഇത് ചാലുമായിരുന്നു. വീഡിയോ കണ്ടോ? ഓക്കെ, താങ്ക് യു. ഇപ്പം ഞാൻ ഈ മീൻ പറക്കി ഇടുന്നത് ലൈവിൻ്റെ അകത്ത് കാണിക്കുക കേട്ടോ.
അരപ്പൊക്കെ തിളച്ച് നമ്മുടെ മീനും പറക്കിയിട്ട് ഇനി അവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി എൻ്റെ കയ്യിലാണ് സ്റ്റാൻഡ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇനി കറിവേപ്പിലയും കൂടി ഇടും. ആ ജോഷി, ഹലോ. ബാംഗ്ലൂരിലെത്തിയോ? പ്രൈസൻ മോൻ അവിടുന്ന് ഇടുന്നുണ്ടല്ലേ എനിക്ക് കമന്റ്. പ്രൈസൻ മോൻ്റെ മൊബൈലിൽ നിന്ന് ആ ഇടാ ഇടാ ഇടാ. ആ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാ. മീനൊന്നും ഇവിടെ ഇപ്പം കിട്ടുന്നില്ലല്ലേ. മോശമാ, എന്നാലും കുറേ നാളായി, അതുകൊണ്ടങ്ങ് വാങ്ങിച്ചതാ. എന്തിയേ കവി? അപ്പം മോര് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പും ഇട്ടിട്ടൊന്ന് അടപ്പത്ത് വെച്ചായിരുന്നേ. അതൊന്ന് ഇങ്ങനെ ഇളക്കി ഇനി അതിൽ നിന്ന് ഇങ്ങനെ പുക പോലെ വരുന്നുണ്ടേ കടുക് വറക്കാം. അപ്പം അവിടെ പോളുമോൻ അവിടെ ഭയങ്കര പരിപാടി. എടാ കഴിക്കാണോ? കഴിച്ചിട്ട് ചെയ്യടാ. അവന് വിശക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കൊടുത്തതാ. അന്നേരം അവൻ്റെ ആ ഗിറ്റാറിൻ്റെ സ്ട്രിങ് ഇപ്പം ഓർഡർ ചെയ്തായിരുന്നു, അത് വന്നു. അപ്പം അതും പണിഞ്ഞുകൊണ്ടിരിക്കുക. ചപ്പാത്തി അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ മോരൊക്കെ റെഡിയായി. ഞാൻ അതിന് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ടേ. പിള്ളേരിന്നുണ്ട് ഇവിടെ, അവിടെ ഇരുന്ന് മൊബൈലൊക്കെ കാണുന്നു. അപ്പം തേങ്ങ കുറച്ചുണ്ടായിരുന്നു തിരുമിയത്, അതങ്ങ് ഇട്ടു. അപ്പം ഇത്രയും മതി. ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ഇനി അങ്ങ് പയറൂടെ ചേർക്കാം. ഇപ്പം ഞാൻ ഉപ്പ് എടുത്തിട്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. ഉപ്പ് ഇട്ടാ വേവിച്ചത്. ആ മോളി രാജൻ, ഹായ്. അയ്യോ, ഇനി നന്നായിട്ട് വേവണം, വെന്തിട്ടില്ല. ഞാൻ അങ്ങനെ പയർ അടപ്പത്തിട്ടിട്ട്, അപ്പം നാളെ സൺഡേ ഇല്ലേ, അപ്പോൾ എന്തെങ്കിലും രാത്രി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി ബോൺലെസ് ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് അരിഞ്ഞിന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നാളെ പെട്ടെന്ന് എനിക്ക് പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതിൻ്റെ പുറകെ ഇരിക്കണ്ടല്ലേ. അപ്പോൾ എളുപ്പം അങ്ങ് ചെയ്യാമല്ലേ. അതുകൊണ്ട് അതൊന്ന് ഇപ്പം നമ്മുടെ വാങ്ങിച്ച ചൈന പിച്ചാത്തിയും കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പ്രൈസ മോനാ വീഡിയോ എടുക്കുന്നത്. അതാ ഇങ്ങനെ ഇത് കൈ കൊണ്ട് അവൻ എടുക്കുക. അപ്പോൾ അവൻ അവിടെ കമൻറ്റിനും ലൈവിൽ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ആ സുഖമായിട്ടിരിക്കുന്നു പ്രൈസ മോൻ. ഇവിടെ ശ്രദ്ധിക്കും മോനെ. എക്സോസ് ഇട്ടിട്ടുണ്ട്, ഗതികെട്ടിട്ടത്, അതാ ഈ പടാന്നുള്ള സൗണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. അതിനെ നിർത്തിയാൽ അപ്പോൾ ചിക്കൻ ഞാനിങ്ങനെ ഇച്ചിരി ഉപ്പും വിനാഗിരി ഇട്ട് കുറച്ച് നേരം ഇട്ടിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നാളെ എനിക്ക് ചർച്ചയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങ് വറുത്തെടുത്താൽ മതിയല്ലേ. അപ്പോൾ എൻ്റെ ജോലികൾ ഇച്ചിരി ഇപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാനിതങ്ങ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ നാളെ ചെയ്യത്തുള്ളായിരുന്നു. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലതായിട്ട് മസാലയൊക്കെ അങ്ങ് പിടിക്കുമല്ലേ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ എല്ലാം എൻ്റെ ചോറും കറികളും ഒക്കെ റെഡി ആയായിരുന്നു. അതെല്ലാം റെഡിയാക്കി പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി. ഇതെല്ലാം നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാനൊരു ഉഷാറുമായി. ഞാൻ എപ്പോഴും മിക്കവാറും നിങ്ങളോട് പറയത്തില്ല, ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതും ഇങ്ങനെ ഒരാളുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് അതിൽ. അങ്ങനെ ഇപ്പം നിങ്ങളുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ ജോലികൾ ഇത്രയും ചെയ്തതെന്ന് തന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തും അതിലും നല്ല സന്തോഷമായിരുന്നു ഇന്ന്. ഇനിയും നിങ്ങൾ ലൈവ് ഇങ്ങനെ ഇടുമ്പം വന്ന് സംസാരിക്കാൻ വരണേ. അപ്പം മോരുകറി, മീൻകറി, തോരൻ റെഡിയായി.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണിലൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരൊപ്ഷൻ വരും, അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.